സോ സ്റ്റാറ്റിസ്റ്റിക്സ് ജാം ക്വസ്റ്റ്യൻസിൽ എപ്പോഴൊക്കെയോ സോൾവ് ചെയ്യേണ്ടി വന്നതിൽ യൂസ് ചെയ്ത ഒരു സംഭവമാണത്. സപ്പോസ് ദാറ്റ് വൈ ഈസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിത്ത് ഡെൻസിറ്റി എഫ് ഓഫ് വൈ ദാറ്റ് ഈസ് പോസിറ്റീവ് ഓൺലി ഇഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ പോസിറ്റീവ് വാല്യൂസ് എടുക്കുന്നത് റാൻഡം വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ റാൻഡം വേരിയബിൾ ലെസ് ദാൻ 0 ആകുമ്പോൾ നമ്മുടെ ഈ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0. കാരണം ഡെൻസിറ്റി ഫംഗ്ഷൻ ഈസ് നെവർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി ബി പോസിറ്റീവ് ഓൺലി ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എ ഓൺലി ഇഫ് ബി. എ ഓൺലി ഇഫ് ബി എന്ന് പറയുന്നത് ഇഫ് എ ദെൻ ബി ആണ്, അല്ലാതെ ഇഫ് ബി ദെൻ എ അല്ല. എ ഓൺലി ഇഫ് ബി എന്ന് പറയുമ്പോൾ എ കനോട്ട് ബി ട്രൂ വിത്തൗട്ട് ബി ബീങ് ട്രൂ. എ ട്രൂ ആണെങ്കിൽ ദാറ്റ് വിൽ ഇംപ്ലിക്കേറ്റ് ദ ട്രൂ, അല്ലെങ്കിൽ ദാറ്റ് വിൽ നെസസിറ്റേറ്റ് ദ ട്രൂത്ത് ഓഫ് ബി. സോ എഫ് ഓഫ് വൈ ഈസ് പോസിറ്റീവ് ഓൺലി ഇഫ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇഫ് എഫ് ഓഫ് വൈ ഈസ് പോസിറ്റീവ് ദെൻ വി ക്യാൻ നെസസിറ്റേറ്റ് ദാറ്റ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓൾസോ വി നോ ബൈ ദ പ്രോപ്പർട്ടി ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാ ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ഫോർ എവരി വൈ വൈ എന്ന് പറയുന്നത് വൈ ടേക്കിംഗ് വാല്യൂസ് in between minus infinity and infinity, that is the entire set of real numbers. And also by the property of probability density function we know that integral of minus infinity to infinity f of I dy is equal to 1. സോ നമ്മുടെ ഇവിടെ പ്രൂവ് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിളിൽ ഇങ്ങനെ പ്രോപ്പർട്ടി ഉണ്ട് എങ്കിൽ, അതായത് ഇഫ് എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0 implies the random variable is greater than or equal to 0. അങ്ങനെയാണെങ്കിൽ expectation of y is equal to integral of 0 to infinity 1 minus distribution function of y dy. Integral from 0 to infinity ആണ്, കാരണം less than 0 there is nothing to integrate. Got it? Like f of -2 എത്രയാ is equal to probability of the random variable taking value less than -2 is equal to 0, because random variable പോസിറ്റീവ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ എഫ് ഓഫ് വൈ പോസിറ്റീവ് ആകത്തേ ഉള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ പോസിറ്റീവ് അല്ല. ദർ ഇസ് നത്തിങ് ടു ഇൻ്റഗ്രേറ്റ്. എഫ് ഓഫ് വൈ ഈസ് 0 ദെൻ. കാരണം എഫ് ഓഫ് വൈക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് ക്യാൻ നെവർ ടേക്ക് വാല്യൂസ് ലെസ് ദാൻ 0. ആൻഡ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓൺലി ഇഫ് വൈ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ എഫ് ഓഫ് വൈക്ക് ആകെ ഒരു ചോയ്സേ ഉള്ളൂ, ടേക്ക് ദ വാല്യൂ 0. സോ നമുക്കിപ്പോൾ തന്ന ആ റാൻഡം വേരിയബിൾ വൈ, അതിൻ്റെ ഒരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബൈ ദ പ്രോപ്പർട്ടി ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് വൈ ഡി വൈ എന്നൊന്നും ഞാൻ ഇടയ്ക്ക് പറയുന്നില്ല. ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാം ഈ വാല്യൂ 0 ആണ്, കാരണം എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 ഫോർ ദ എൻറ്റയർ നമ്പർ ലൈൻ റേഞ്ചിങ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് 0 ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് വൈ ഡി വൈ ഈസ് ഈക്വൽ ടു 1. ആൻഡ് വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ വിച്ച് ഈസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓൾറെഡി നമുക്കറിയാം എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 വെൻ റാൻഡം വേരിയബിൾ ഈസ് ടേക്കിംഗ് വാല്യൂസ് ലെസ് ദാൻ 0. അപ്പോൾ ദിസ് വിൽ ബിക്കം ഇൻ്റഗ്രൽ ഓഫ് 0 ടു ഇൻഫിനിറ്റി വൈ ഇൻറ്റു എഫ് ഓഫ് വൈ ഡി വൈ. ആൻഡ് ഇവിടെ നമ്മൾ കുറച്ച് ട്രിക്സ് യൂസ് ചെയ്യാണ്, ബിക്കോസ് വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡി ടി ഫ്രം 0 ടു വൈ, അല്ലേ? ബിക്കോസ് ഇഫ് യു ഇൻ്റഗ്രേറ്റ് ദിസ് ടി 0 വൈ ഇസ് ഈക്വൽ ടു വൈ മൈനസ് 0 ഇസ് ഈക്വൽ ടു വൈ. ഈ ടെക്നിക്ക് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ
ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 to infinity y എഫ് ഓഫ് വൈ ഡി വൈ ആണല്ലോ. ഇവിടെ നമ്മുടെ വൈനെ റീപ്ലേസ് ചെയ്ത് അതിന് പകരം ഇൻ്റഗ്രൽ ഓഫ് ഡി ടി 0 to y കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെയാവും? 0 to infinity ഇൻ്റഗ്രൽ ഓഫ് 0 to y ഡി ടി എഫ് ഓഫ് വൈ ഡി വൈ. ഈ ഡി ടിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ആവും 0 to infinity. ഇതെവിടെയാണ്? ഇത് ഏതിൻ്റെ ലിമിറ്റാണെന്ന് വെച്ചാൽ ഞാൻ വൈൻ്റെ ലിമിറ്റ്. വൈ ഗോസ് ഫ്രം 0 to infinity. രണ്ടാമത്തെ ലിമിറ്റ് ടീൻ്റെ ലിമിറ്റാണ്. ടി ഗോസ് ഫ്രം 0 to y എഫ് ഓഫ് വൈ ഡി ടി ഡി വൈ. ഇതിനെ അടുത്ത സ്റ്റെപ്പ് ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചെയ്യാം. ഈ ഡെറിവേഷൻ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചതാണ്, അല്ലാതെ ഞാൻ തന്നെ തലേന്നെടുത്ത് ഉണ്ടാക്കിയ ഡെറിവേഷനല്ല. ഇത് ചേഞ്ച് ഓഫ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. വളരെ ക്വിക്കായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് y ഈസ് ഈക്വൽ ടു ടി. ഇതിനെ ഞാൻ ടി എന്ന് കൊടുക്കുകയാണ്, ഇവിടെ ഞാൻ വൈ എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡി ടി ഡി വൈ എന്ന് കിടക്കുന്നത് നമ്മൾ ഡി വൈ ഡി ടി എന്നാക്കണം. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഡി വൈൻ്റെ ആണ്. ഡി വൈ എന്ന് പറയുന്നത് വൈയെ വെർട്ടിക്കൽ കൊടുത്തുകൊണ്ട് ഡി വൈ ഗോസ് ഫ്രം താഴേന്ന് മുകളിലേക്ക് വെർട്ടിക്കലി. ഡി വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 വിച്ച് ഈസ് ദിസ്, ഈ ടി ആക്സിസ്. ഡി വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, ഡി വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി, ഓഫ് കോഴ്സ്. ആൻഡ് ഡി വൈയുടെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. സോ ഗോസ് ഫ്രം 0 to infinity. ആൻഡ് ഡി ടി എന്ന് പറയുന്നത് ഗോസ് ഫ്രം എവിടെ നിന്നാണ്? 0 to y. അപ്പോൾ നമ്മുടെ റീജിയൺ ഏതാണ്? നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ഡി ടി. ഇത് 0 to y ആണ്. അതായത് ഈ ലൈൻ കഴിഞ്ഞ് പോവില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തുടങ്ങുന്ന ലൈൻ. നമ്മൾ ഡി ടി എന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണ്ടലാണ് നോക്കുന്നത്. ഹൊറിസോണ്ടലി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. 0 എന്ന് പറയുന്നത് ഈ ലൈൻ. 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെ പോവും? y വരെ പോവും. y എന്ന് പറയുന്നത് ഈ ലൈൻ വരെ പോവും. ഇനി നമ്മുടെ ഡി വൈ നോക്കുകയാണെങ്കിൽ ഡി വൈ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ഡി വൈ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഡി വൈ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് ഈ ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻഫിനിറ്റി, അതിന് ലിമിറ്റില്ല, ഇൻഫിനിറ്റി വരെ പോകും. ഇനി നമ്മൾ ചേഞ്ച് ഓഫ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഡി ടി കൊണ്ടുവരണം. ഫസ്റ്റ് നമ്മൾ ഈ സ്ഥാനത്ത് നമ്മൾ ഡി വൈ കൊണ്ടുവരണം. അപ്പോൾ ഡി വൈയുടെ ഫസ്റ്റ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഡി വൈ വെർട്ടിക്കലി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലിമിറ്റ് ലോവർ ലിമിറ്റ് അടിയിൽ നിന്ന് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? വിച്ച് ഈസ് ടി. നമുക്ക് ടി എന്ന് കൊടുക്കാമല്ലോ. ഇത് ടി എന്ന് കൊടുക്കാം, കാരണം ഈ ലൈനിൽ നിന്ന് തുടങ്ങുന്നു, മുകളിലേക്ക് എവിടം വരെ പോകുന്നു? ഇൻഫിനിറ്റി വരെ പോകുന്നു. സോ ഡി വൈ ഗോസ് ഫ്രം ടി ടു ഇൻഫിനിറ്റി. ഇനി ഡി ടി എവിടെ നിന്ന് എവിടം വരെ? ഡി ടി വിൽ ഗോ ഫ്രം ഡി ടി ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് തന്നെ തുടങ്ങുന്നത് 0 to infinity. 0 to infinity. ഇതാണ് ചേഞ്ച് ഓഫ് ഓർഡർ ചെയ്യുമ്പോൾ വരുത്തേണ്ട മാറ്റങ്ങൾ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ടി ഗോസ് ഫ്രം 0 to y ഗോസ് ഫ്രം 0 to infinity. ലിമിറ്റ് ചേഞ്ച് ഓഫ് ഓർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ y ഗോസ് ഫ്രം ടി ടു ഇൻഫിനിറ്റി, ടി ഗോസ് ഫ്രം 0 to infinity. അപ്പോൾ ദ ഇൻ്റഗ്രൽ ഓഫ് 0 to infinity, അടുത്ത ഇൻ്റഗ്രൽ 0 to y എഫ് ഓഫ് വൈ ഡി ടി ഡി വൈ ചേഞ്ചസ് ടു ഇൻ്റഗ്രൽ ഓഫ് 0 to infinity. അതേതിൻ്റെയാണ്? ഫസ്റ്റ് ഔട്ടർ ലെയർ ഡി ടി, ടി ഗോസ് ടി ഈസ് ഈക്വൽ ടു 0 to infinity. അടുത്തത് പിന്നെ വൈ, ഉള്ളിൽ കിടക്കുന്ന ഇൻ്റഗ്രൽ വൈ ഗോസ് ഫ്രം ടി ടു ഇൻഫിനിറ്റി. ഇതാണ് ചേഞ്ച് ഓഫ് ഓർഡർ ചെയ്ത് കിട്ടുന്ന ഇൻ്റഗ്രൽ. അതുകൊണ്ട് അപ്ലൈ ചേഞ്ച് ഓഫ് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ, ഇറ്റ് ബിക്കംസ് ദിസ് ഇൻ്റഗ്രൽ. ഇക്വേഷനിൽ ഇട്ട് വെച്ചങ്ങനെ ഈ ബോക്സിൽ ഉള്ള ഇൻ്റഗ്രൽ. ആൻഡ് വി നോ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ വൈ ടേക്കിംഗ് ദ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു വൈ എഫ് ഓഫ് ഐ ഡി വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് മൈനസ് ഇൻഫിനിറ്റി ടു 0 എഫ് ഓഫ് ഐ ഡി വൈ പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 0 to y എഫ് ഓഫ് ഐ ഡി വൈ ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 0 to y എഫ് ഓഫ് ഐ ഡി വൈ. കാരണം നമ്മുടെ റാൻഡം വേരിയബിൾ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ടേക്സ് വാല്യൂ 0 ഓൺ ദ എൻ്റയർ നമ്പർ ലൈൻ റേഞ്ചിങ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു 0. അതുകൊണ്ട് ഈ സംഭവം 0 ആയിട്ട് മാറി. സോ എഫ് ഓഫ് ടി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ വൈ ടേക്കിംഗ് വാല്യൂസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to y എഫ് ഓഫ് ഐ ഡി വൈ. ഫക്ക് ഇറ്റ്.
It is f of 0 to t actually. I'm sorry. Okay. Probability of the random variable taking the value less than or equal to t എന്ന് പറയുന്നത് integral of 0 to t ആണ്. ഓക്കെ, സ്മോൾ മിസ്റ്റേക്ക്. സോ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to t എഫ് ഓഫ് ഐ ഡി വൈ ആണെങ്കിൽ 1 മൈനസ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ ടേക്കിംഗ് ദ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ദ റാൻഡം വേരിയബിൾ ടേക്കിംഗ് വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി, ദാറ്റ് ഈസ് ടി ഫ്രം ഇൻഫിനിറ്റി, ഇൻ്റഗ്രൽ ഓഫ് ടി ഫ്രം ടി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഐ ഡി വൈ. സോ പുട്ടിങ് ദിസ് ഇൻ അവർ ഇക്വേഷൻ 1 വി ഗെറ്റ് നമ്മുടെ ഈ നേരത്തെ ബോക്സിൽ വരച്ച ഇക്വേഷനിൽ ഈ ടി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ഐ ഡി വൈ ഉണ്ട്, കണ്ടില്ലേ? ഈ ടി ടു എഫ് ഓഫ് ഐ ഡി വൈ, ആ സാധനത്തിന് പകരം നമ്മൾ എന്തിടുന്നു? 1 മൈനസ് എഫ് ഓഫ് ടി എന്നിടുന്നു. അതോടെ നമ്മുടെ ഡെറിവേഷൻ പൂർണ്ണമാകുന്നു. ബട്ട് ദിസ് ടി ഈസ് ജസ്റ്റ് എ ഡമ്മി വേരിയബിൾ. യു കുഡ് പുട്ട് എനി ലെറ്റർ ദർ. ഹെൻസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 to infinity y into f of y dy is equal to integral of y equal to 0 up to y equal to infinity 1 minus f of y dy. That's it.